മുലയൊരച്ച് ബസ്സിനകത്ത് സുഖിച്ചിട്ട് അവള് ഒരു മനുഷ്യന്റെ ജീവനും എടുത്തിട്ട് അവള് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് വിചാരിച്ചു. അതുവരെ തലയിലും വേണ്ട മുലയിലും വേണ്ട അങ്ങനെ നടന്ന ഒരുത്തി പെട്ടെന്ന് അവള് പർദ്ദയിടുന്നു, മക്കനയിടുന്നു, മുഖം മറയ്ക്കുന്നു. ഇതുപോലെ ഒരുപാട് വേഷം കെട്ടതിലുകൾ കണ്ടതാ കേരളം. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള CA റൌഫെ ഒളിവിൽ നടന്നു. 1 മാസത്തോളമായി കേരള പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. CA റൌഫിന് രക്ഷയില്ല. 1 മാസക്കാലം കോയമ്പത്തൂർ, കർണാടക, കേരളം ഇന്നോവ കറങ്ങി നടക്കുന്നു കാക്ക കിങ്കരന്മാരുമായിട്ട്. ബ്ലാക്ക് കാറ്റ്സുമായിട്ടാ നടന്നത്. ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് പർദ്ദയിട്ട് വരിക. പർദ്ദയിട്ട് വന്നപ്പോൾ കാക്ക ഫീമെയിലിന്റെ ചെരുപ്പിടാൻ മറന്നുപോയി. മെയിലിന്റെ ചെരുപ്പിട്ടാ വന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് എവിടെയെങ്കിലും ഒക്കെ വിട്ടു പോകുമല്ലോ. കാക്ക അങ്ങനെ വീട്ടിലേക്ക് പതിയെ വരിക. കാക്ക വിചാരിച്ചു കൂടെ ഉള്ളതെല്ലാം ബ്ലാക്ക് കാറ്റ്സ് ആയിരിക്കുമെന്ന്. നോക്കിയപ്പോഴെല്ലാം NIA ഉദ്യോഗസ്ഥരായിരുന്നു. കോളിംഗ് ബെൽ അടിക്കാൻ പോയപ്പോ വേണ്ട കാക്ക ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ അടിച്ചു തരാമെന്ന്. അങ്ങനെ NIAക്കാർ കോളിംഗ് ബെൽ അടിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ കോളിംഗ് ബെൽ അടിച്ച കൈ തന്നെ വിലങ്ങിടുന്നു. എന്നാ കാക്ക നമുക്ക് പോയേക്കാം. അല്ല, വീട്ടിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണ്ട. നിസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പൊ ഫ്ലൈറ്റിലും ഉണ്ടല്ലോ, കുഴപ്പമില്ല, നമുക്ക് ഡൽഹി പോയിട്ട് ജമ്മും കസറുമാക്കി ഒരുമിച്ച് അങ്ങോട്ട് നിസ്കരിച്ചേക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്നലെ ഷിംജിത്ത അവൾ ഒളിവിലായിരുന്നു. അവള് വിചാരിച്ചു ഒരിക്കലും അവൾക്ക് പിടികൊടുക്കേണ്ടി വരില്ല എന്ന്. എന്തായിരുന്നാലും അവളെ പിടിച്ചു എന്നുള്ള വാർത്ത വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്തയാണ്. അവളെ പൊക്കി എന്നത്. ബുർക്ക ധരിച്ച് മുഖം മറച്ച് ആരും അറിയാതെ കാണാതെ പോയാൽ അവളെ പിടിക്കപ്പെടില്ല എന്നവൾ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, പിന്നീട് രണ്ടാമതൊരു വിശദീകരണ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. പിന്നാലെ നമ്മൾ കേൾക്കുന്നത് ദീപകിന്റെ ആത്മഹത്യയുടെ ആദ്യം ഒരു വീഡിയോ ഇടുന്നു, വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് കുറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു വിശദീകരണ വീഡിയോയുമായി വരുന്നു. പിന്നീടാണ് ആള് ജീവനൊടുക്കിയെന്നറിഞ്ഞപ്പോൾ പിന്നീട് അവൾ അയ്യോ ഞാൻ പെരീച്ചില്ല കേട്ടോ. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന സാഹചര്യം വരെ എത്തിയിരുന്നില്ല. ഇവരെവിടെയാണ് ഉണ്ടായിരുന്നത് എന്നത് പോലീസിന് ബോധ്യമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും പോലീസിന് ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാവിലെ ഒരു കുറിപ്പ്, ഒരു ഗ്രൂപ്പിൽ ഒരു കുറിപ്പ് പോലീസ് ഇറക്കിയിരുന്നു. ഈ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കേസന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. അവർ പുറത്തേക്ക് പോകാതിരിക്കുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ അവള് ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും പിടിക്കുന്നതിനു വേണ്ടി വല വീശിയിരിക്കുമ്പോൾ അവൾ ദുബൈയിൽ പോയി, കറാമയിൽ പോയി, അബുദാബിയിൽ പോയി, ഷാർജയിൽ പോയി എന്നൊക്കെ യൂട്യൂബർമാർ വീഡിയോ ഇറക്കിയാൽ അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല. ഇങ്ങനെ ഇതിനു മുമ്പും ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികള് ജോസഫ് മാഷിന്റെ കൈ മഴ ഉപയോഗിച്ചിട്ട് കൈയും കാലും ഒക്കെ ഒതുക്കിയിട്ട് കണ്ണൂര് പോയിട്ടാണ് രക്ഷപ്പെട്ടത്. 10 കൊല്ലം ആ വെട്ടിയ മഴവുമായിട്ട് തന്നെയാ പോയത്. പിടിക്കാൻ പറ്റിയില്ല സവാദിനെ. 10 വർഷമാണ് തൊട്ടടുത്ത വീട്ടിൽ ഒരേ ഒരു മുറിയിൽ സജിത എന്ന പെണ്ണൊരുത്തി ഒളിവിൽ ജീവിച്ചത്. പ്രേമിച്ചു പോയതാ. 10 വർഷം കഴിഞ്ഞു കണ്ടുപിടിക്കാൻ. ഒരു ഷാരൂഖ് സൈഫി കേരളത്തിലാ, അറിഞ്ഞില്ലേ? തീവണ്ടിക്ക് തീയിട്ടിട്ട് ഏലത്തൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീയിട്ടിട്ട് പോയതാ. കണ്ണൂര് പോയിട്ടാ ഒതുങ്ങിയത്. ഒടുവിൽ മഹാരാഷ്ട്ര ATS മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് അവനെ പോക്കുന്നു. പിന്നീട് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അറസ്റ്റ് നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെയായിരുന്നു അവർക്കെതിരായ മുൻകൂർ ജാമ്യ ഹർജിയിൽ അപേക്ഷ കൊടുത്തത്. നാളെ ആ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും നമുക്കിപ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ട്. ആ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു സന്തോഷം? ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമായിരുന്നു, ബസ്സിലും കയറാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഒരു സംശയകണ്ണോട് എല്ലാം കാണുന്ന ഒരു അവസ്ഥയിൽ പണിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പണി കഴിഞ്ഞു വരുന്ന ഒരാളെ ആ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വലിയ ഏറ്റവും പ്രതിഷേധമായ ഒരു സമീപനമാണ് ആ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ളത്. മൊബൈൽ നമ്മളെടുത്തുണ്ട്, പല വീടുകളും നമ്മളെടുത്തും നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു അറിയാത്തോ അല്ല അറിഞ്ഞുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും ഒരു മുലയും മൊബൈലും ഉണ്ടെങ്കിൽ 2 വേണോ അല്ലേ? ശരി, 2 മുലകളും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനെയും ഒറ്റവെട്ടിന് കൊല്ലുന്നതിനേക്കാൾ മാരകമായി ഇഞ്ചിഞ്ചായി കൊല്ലാമെന്ന് പെണ്ണൊരുത്തി
കാമഭ്രാന്തുമൂത്ത പെണ്ണൊരുത്തി തെളിയിച്ചു. വല്ലാത്തൊരു വലിയ ഒരു കാര്യമായി പോയി. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല ആളെ കണ്ടാൽ പോലും അങ്ങനെ ചെയ്യും തോന്നുന്ന ഒരാളല്ല. ഞാൻ ആളെ വീട്ടിൽ നമ്മൾ ഒരുപാട് കണ്ട്, അതിലും നമ്മൾ എന്താകുന്നില്ല അങ്ങനെ ഒരു സമീപനം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്തോ ആളെ കൊടുക്കാൻ വേണ്ടി ചെയ്തു. അദ്ദേഹം നമ്മൾ വിട്ടുപോകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നമുക്ക് എന്താ ശ്രമിക്കാനുള്ള കഴിവായിട്ട് പ്രാർത്ഥിക്കാം. അല്ല, അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ബസ്സിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലെ കാര്യം അല്ല, അങ്ങനെ പറയാൻ പറ്റും. അബദ്ധത്തിൽ കൈയെത്തിയപ്പോൾ നമ്മൾ കേസായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഒരിക്കലും നമുക്ക് എത്രയും ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത് ബസ്സിലൊക്കെ 2 പാർട്ടീഷൻ ചെയ്തേക്കാം. എന്നാൽ ആണുങ്ങൾ അങ്ങോട്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ. അത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ആത്മഹത്യ അങ്ങനെ വേണ്ടേ? മനസാവാച ഒരു കാര്യവും അറിയാത്ത ഒരു മനുഷ്യനെ എന്റെ മുലയിൽ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട്, തട്ടി എന്ന് പറഞ്ഞിട്ട്, ഒരസി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചിത്രീകരിച്ച് മുലമുട്ടിയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. അങ്ങനെ ഇവക്ക് പറയാം റീച്ചും ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ ബസ്സിനകത്തൊരു കുഞ്ഞു പോലും അറിയാതിരിക്കെ ബസിന്റെ ജീവനക്കാരനായിട്ടുള്ള രാമകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങളെയല്ലേ സമീപിക്കേണ്ടത്? ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ബസ്സിനകത്തുള്ള ആരും ഈ രൂപത്തിൽ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അപ്പൊ ഇവള് റീച്ചിന് വേണ്ടി ഒരു വീഡിയോയും ചിത്രീകരിച്ച് ഇവക്കറിയുന്ന ഏതോ ഒരു പോലീസിനെ വിളിച്ചത്രേ. ഇവളല്ലെങ്കിലും എല്ലാവരെയും അറിയുന്ന ആള് തന്നെയാ. എല്ലാ മേഖലകളിലും ഇവക്ക് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പോലീസുകാരനോട് പറഞ്ഞിട്ടാണ് അത്രേ ഇവള് വീഡിയോ ചിത്രീകരിച്ചത്, അല്ല വീഡിയോ ഇവള് ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോഴാ പോലീസിനെതിരെയും വകുപ്പെടുക്കണമല്ലോ, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്. ഇവളെ ഒരു കൂട്ടുകാരി സഹായിച്ചു പോലും അവൾക്കെതിരെയും എടുക്കണമല്ലോ. അപ്പോഴിത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടന്ന ഗൂഢാലോചനയാണല്ലോ. അപ്പോ വകുപ്പുകൾ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ലല്ലോ. ഒരുപാട് ലീഡ് വരുന്ന വടകരയിലെ ഇവളുടെ സ്വകാര്യ വസതിയിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു പിടികൂടിയത്. എന്തായിരുന്നാലും ഇതുപോലെയുള്ള ഒരു കൊലയാളികളും ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഇവിടെ ഇറങ്ങി നടക്കരുത്. ഇതുപോലെയുള്ള കൊലയാളികളെ ഇറക്കി വിട്ടാൽ ഈ നാട്ടിൽ പുരുഷന്മാർക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഒരു ഫോണുമായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു ഇവള്. ആരെയാണ് ഇന്ന് രാവിലെ ബലിയാടാക്കേണ്ടതിന് മുമ്പ് തുപ്പിയെന്നും തൂറിയെന്നും പറഞ്ഞൊക്കെ ഇവളൊരു വീഡിയോ ഇട്ടു. അതൊന്നും വൈറലായില്ല. അതിനകത്ത് ഒരാൾ വന്ന് കമന്റ് ചെയ്തു, റോഡിൽ കൂടെ പോകുന്ന ഒരാൾ പിടിച്ചെന്നോ തട്ടിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ മതി, നല്ല റീച്ച് ആകുമെന്ന്. അപ്പൊ ഇവള് ചിന്തിച്ചു, റോഡിൽ കൂടെ പോകുന്നവര് വേണ്ട, ബസ് മതി, പിന്നെ ട്രെൻഡുമാണല്ലോ. എത്ര കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് KSRTC ബസ്സിൽ തന്നെ, അതും തിങ്ങി നിറഞ്ഞ ബസ്സിൽ കയറണം, സ്വകാര്യ ബസ്സായിട്ട് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു പാവപ്പെട്ടവൻ ബലിയാടായി. അവന്റെ വേണ്ടപ്പെട്ടവർക്ക് പോയി, അല്ലാതെ ഇവൾക്കെന്താ? ഇവള് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇറങ്ങി വരും. പിന്നെ പുഴുത്ത പട്ടിയേക്കാൾ മ്ലേച്ഛമായി ഈ കേരളത്തിലെ ജനത ഇവളെ ആട്ടി ഓടിക്കും. ഏതു വലിയ പൊളിറ്റിക്സ് ഇവളെ രക്ഷപ്പെടുത്തിയാലും, എത്ര പണച്ചാക്കുകൾ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാർ പറന്നിറങ്ങി ഇവളെ രക്ഷപ്പെടുത്തിയാലും ശരി, ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവൾക്ക് കൊലയാളി എന്നതിൽ കവിഞ്ഞൊരു സ്ഥാനവും ഉണ്ടാകില്ല. നന്ദി.